ഓക്കെ വീർ, നിന്റെ പ്രോബ്ലംസ് എല്ലാം ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുവച്ചിട്ട് വരാം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നതാ, വീർ റോബോട്ടാന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇന്ന് ഞാനത് നേരിട്ട് കണ്ടു. ഇപ്പോ ഞാൻ അവന്റെ സിസ്റ്റം നശിപ്പിക്കാൻ പോവാ. പിന്നെ അവനെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഇപ്പൊ നീ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ് വീർ. ചെല്ലു മോനെ, നീ പുറത്ത് ചെന്ന് കൂട്ടുകാരുടെ കൂടെ കളിച്ചോ കേട്ടോ. കുറെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഇഷ്ടം പോലെ കളിച്ചോ കേട്ടോ. അപ്പൂപ്പ, ഞാൻ ആദ്യത്തെ റോബോട്ടാന്ന് തോന്നുന്നു. മനുഷ്യനെ പോലെ ആഹാരം കഴിക്കാനും പറ്റും, ഏതൊരു ജോലി ചെയ്യാനും പറ്റും. അതെ മോനെ വീർ, ഞാൻ എന്തിനാ നിന്നെ അത്തരത്തിൽ ഉണ്ടാക്കിയെന്നറിയോ? നിന്നെ കാണുന്ന ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. നീ മനുഷ്യനാണോ അതോ റോബോട്ടാണോ എന്ന് ഒരാളും തിരിച്ചറിയരുത്. അപ്പൂപ്പ, പെട്ടെന്ന് എനിക്ക് എന്തോ പറ്റിയതുപോലെ തോന്നുന്നു. എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ. മോനെ വീർ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്താ മോനെ ഇത്? അപ്പൂപ്പ, വീറിനിത് എന്താ പറ്റിയേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. വീർ പെട്ടെന്ന് റോബോട്ടിനെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. എന്താ അതിന് കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീർ, 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 നീ വേഗം അകത്തേക്ക് ചെല്ല്, അല്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവും. ബണ്ടി, വീർ ഇപ്പൊ ഇവിടെ ഇല്ല മോനെ. അപ്പൂപ്പ, അവനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതല്ലെങ്കിൽ ഇമിലിയും ചുൾബുള്ളും ഇങ്ങോട്ട് വരില്ലല്ലോ. അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നത് ഞാൻ കണ്ടതാണല്ലോ. യെസ് യെസ്, എനിക്കറിയാം വീർ ഇവിടെ ഉണ്ടെന്ന്. ഇതാ കണ്ടില്ലേ? നിനക്ക് എന്തറിയാമടാ? ഞങ്ങളിവിടെ ബ്രേക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. വീർ ഡാൻസ് ചെയ്യുമ്പോ എനിക്ക് ഡാൻസ് ചെയ്തൂടെ? പക്ഷെ വീർ റോബോട്ടാണ്, ഡാൻസിങ് റോബോട്ട്. എമിലി, എനിക്ക് വീറിനെ പഴയതുപോലെ ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും മോളെ. ഇപ്പൊ ഈ ബണ്ടി എല്ലാരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമെന്നാ തോന്നുന്നേ. വീർ, വിരലിഞ്ഞോടിക്കേ, വേഗം വിരലിഞ്ഞോടിക്കേ, എങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്താ പറ്റിയത്? ചിണ്ടു, വീറിന്റെ മെക്കാനിസത്തിൽ എന്തോ പ്രോബ്ലം വന്നിട്ടുണ്ട്. ബണ്ടിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അവൻ അവന്റെ അച്ഛനോടും അമ്മോടും വീറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നങ്ങ് പറയും. വേഗം എന്തെങ്കിലും ചെയ്യ്. വിഷമിക്കേണ്ട. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. അപ്പൂപ്പ, ഇപ്പൊ നിങ്ങൾ വീറിനെ അകത്തേക്ക് കൊണ്ടുപോയിക്കോ. ബണ്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അല്പസമയം മുമ്പ് കിട്ടിയ വാർത്ത, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വെള്ളത്തിന് ക്ഷാമം ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യം എന്തെന്നാൽ ലേക്കിലെ വെള്ളം പോലും കുറഞ്ഞു വരികയാണ്, വരണ്ടു പോവുകയാണ്. ആ വെള്ളമെല്ലാം എങ്ങോട്ട് പോകുന്നു? ആ വെള്ളം കൊണ്ട് ആരെന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ തുടർന്ന് കാണുക. വെള്ളത്തിന്റെ രഹസ്യം. പക്ഷെ അപ്പൂപ്പ, നമ്മുടെ സിറ്റിയിൽ എങ്ങനെ ഇങ്ങനെ വെള്ളം കുറഞ്ഞു പോയത്? കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെയും ലേക്ക് ഓവർഫ്ലോ ആയെന്ന് മെസ്സേജ് വന്നല്ലോ. എത്ര ആലോചിച്ചിട്ടും എനിക്കും അതാ മനസ്സിലാവാത്തത് മോനെ. പെട്ടെന്ന് ഈ വെള്ളമെല്ലാം എങ്ങോട്ടാ കാണാതെ പോകുന്നത്? ഇവര് ഈ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് വെള്ളത്തിന് ചിറക് മുളച്ച് വല്ലോടത്തോട്ടും പോയി കാണൂ. അപ്പൂപ്പ, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഫുർസത് ഗഞ്ചിലെ ജനങ്ങൾ വളരെയധികം കഷ്ടത്തിലാകും. വെള്ളത്തിനെ കുറിച്ചുള്ള രഹസ്യം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഇന്ന് എന്തൊക്കെയായാലും ശരി, നമ്മൾ വെള്ളത്തിന്റെ രഹസ്യം കണ്ടുപിടിച്ചിരിക്കും. അപ്പൂപ്പ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എനിക്ക് തരാനുണ്ടാവോ? വെള്ളോ? അതെന്നെ, ഞാൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളം അങ്ങ് നിന്നുപോയി. ഈ കോലത്തിൽ മിസ്റ്റർ ചഡ്ഡയെ കണ്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഏതാണ്ട് ഒരു ഭൂതം വന്നതുപോലെയുണ്ട്. അതെ, ഞാനും അയാളെ കണ്ട് പേടിച്ചു പോയി. അപ്പൂപ്പ, കുറച്ച് വെള്ളം വേഗം തരൂ, ദയവിത് തരൂ. എന്റെ കണ്ണിനകത്ത് സോപ്പിന്റെ പത കയറിയിരിക്കുക. പെട്ടെന്ന് നമ്മുടെ സിറ്റിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? വെള്ളം, വെള്ളം. അല്ല, ഈ വെള്ളം ഇവിടുന്ന് ഇപ്പൊ എവിടുന്നാ വരുന്നത്? താങ്ക് യു വെരി മച്ച്. നിനക്ക് നേരെ ചൊവ്വേ ഒരു കാര്യം ചെയ്യാൻ അറിയില്ലല്ലോ. എന്ത് ചെയ്താലും ഗുലുമാല. അതെ,
ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിട്ട് നേർവഴിക്ക് ചെയ്യേ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നീ മിസ്റ്റർ ചഡ്ഡയുടെ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്തോണ്ട് ഒരു പ്രയോജനമില്ല ചിട്ടോ. പറ്റുമെങ്കിൽ ടോട്ടൽ ഫുർസത് ഗഞ്ചിന്റെ പ്രശ്നം അങ്ങ് തീർക്ക്. ഇപ്പൊ മിസ്റ്റർ ചഡ്ഡ കുളിക്കാനുള്ള വെള്ളം തേടിയാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് സിറ്റിയിലുള്ള ജനങ്ങളെല്ലാം നമ്മൾ തേടി ഇങ്ങോട്ട് വരും. അതാണ് ഇപ്പൊ ഇവിടെ പ്രശ്നം. എന്നാ പിന്നെ ഉടനെ അത് സോൾവ് ചെയ്തേക്കാം. ഒരു മിനിറ്റ്. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഓരോ വീടിന്റെ മേളിലും ക്ലൗഡ് ഉണ്ട്. ഇനി ആർക്കും വെള്ളക്ഷാമം വരില്ല. ചിണ്ടു, നീ തുടങ്ങിയ ഒരു പ്രശ്നം തീർക്കുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നം തുടങ്ങി വെച്ചിരിക്കുക. ഇതൊക്കെ ആദ്യം ഒന്ന് നിർത്ത്. മഴ വന്നതും മഴവെള്ളം പിടിച്ചതും അവരെല്ലാവരും മറന്നു പോകട്ടെ. ഓ, ദൈവത്തിന് നന്ദി പറയണം. അവന്റെ ലീലാവിലാസങ്ങൾ എത്ര വലുതാണ്. താങ്ക് യു ഗോഡ്. ഓരോ വീടിന്റെ മുകളിലും മേഘം. എന്തുമാത്രം വെള്ളം വന്നോണ്ടിരിക്കുന്നേ. ഫുർസത് ഗഞ്ചിലേക്ക് ലേക്കിൽ നിന്നാണ് വെള്ളം വരുന്നത്. അവിടെ പെട്ടെന്ന് വെള്ളം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ചെന്നത് കണ്ടുപിടിക്കട്ടെ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഇതില് ചീറ്റിംഗ് ഒന്നുമില്ല. ഓക്കെ, ഈ കളി ഒരു രസമില്ലാന്നേ. നമുക്ക് വേറെ ഏതെങ്കിലും പുതിയൊരു ഗെയിം കളിക്കാം. എന്തിനാ എല്ലാരും ഈ പഴയ ഗെയിം കളിക്കുന്നത്? ഇതില് പുതുതായിട്ട് ഒന്നുമില്ലാന്നേ. ഏ പക്ഷികളെ, നിങ്ങക്ക് കാഷ്ടിടാൻ എന്റെ ശരീരമാണ് കിട്ടിയത്. കുട്ടികളെ ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നല്ല ചൂട് പാല് കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം വാ മക്കളെ. വാ വാ. രാവിലെ മുതൽ നിങ്ങൾ കളിച്ചോണ്ടിരിക്കുകയല്ലേ. ഇത് വിന്റർ സീസണാ, ജലദോഷം പിടിക്കും. അതുകൊണ്ട് ഈ ചൂട് പാൽ എല്ലാവരും ഓരോ ഗ്ലാസ് അങ്ങ് കുടിച്ചേക്ക്. പിന്നെ നിങ്ങൾക്ക് ആർക്കും തണുക്കില്ല. മനസ്സിലായല്ലോ? അപ്പൂപ്പൻ ഇപ്പൊ ടെൻഷൻ ആവാൻ പോകുന്നത് നമ്മൾ കാണാൻ പോവാ. ഓ മോനെ വീർ, നിനക്ക് ജലദോഷം പിടിച്ചെന്നാ തോന്നുന്നത്. അതായിരുന്നു എന്റെ പേടി. വാ, ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഈ ഹെൽത്ത് കണ്ടീഷൻ ഇനി പുറത്തു നിന്ന് കളിക്കാൻ പാടില്ല മോനെ. വാ വാ വേഗം വാ. എന്റെ അപ്പൂപ്പ, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മറന്നു പോവാ. ഞാനൊരു റോബോയാണ്. പിന്നെ ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, റോബോയ്ക്ക് ഒരിക്കലും ജലദോഷം ഉണ്ടാവില്ല. എടാ കുട്ടി കുറുമ്പാ, എന്താന്നറിയില്ല, ഞാൻ ഈ കാര്യം എപ്പോഴും അങ്ങ് മറന്നു പോവും. അതെന്താന്നറിയോ, ഞാൻ നിന്റെ ഒരു റോബോട്ടായിട്ടല്ല കാണുന്നത്. ഓക്കെ മോനെ വീർ, എൻജോയ് യുവർ ഗെയിംസ്. ഞാൻ പോവാ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ചിണ്ടു, നീ എന്തായി കാണിക്കുന്നത്? ആദ്യം നിന്റെ മാജിക് ഒന്ന് മതിയാക്ക്. പറ്റില്ല, എനിക്കിതാ ഇഷ്ടം. ഞാനാ പറയുന്നത്, ഈ മഴവില്ല തിരിച്ചയച്ചേക്ക്. ജനങ്ങൾ ആരെങ്കിലും കണ്ട് ആകെ പ്രശ്നമാവും. മഴവിൽ ഊഞ്ഞാലോ? ഇതെന്താ സംഭവം? ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ലല്ലോ. യാഹൂ! പോടാ ഇവിടുന്ന്, ഓടിപ്പോ. ഇത് എന്റെ റെയിൻബോ ആണ്. ജിണ്ടു, നിന്റെ മാജിക് ഒന്ന് നിർത്ത്. നീ എല്ലാ ജനങ്ങളെയും കാണിക്കാൻ പോവാണോ? ഒന്ന് സമാധാനിക്ക്. ഇങ്ങനെ ഊഞ്ഞാലാടാൻ നല്ല രസമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ വീർ. താങ്ക് യു അപ്പൂപ്പ. നിങ്ങൾക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടായിരുന്നോ? അത് കൊള്ളാം. ഇന്നത്തെ ഈ ദിവസം എനിക്ക് മറക്കാൻ പറ്റുമോ മോനെ? ഇന്നാണ് എനിക്ക് എന്റെ വീറിനെ കിട്ടിയത്. എന്റെ സ്വപ്നം ഫലിച്ച ദിവസമാണെന്ന്. അത് ഏത് സ്വപ്നമാണ് അപ്പൂപ്പ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത്. ഇന്നത്തെ ഈ ദിവസമാണ് നിന്നെ നിർമ്മിക്കുന്ന ഉദ്യമത്തിൽ ഞാൻ വിജയിച്ചത് മോനെ. ആണോ അപ്പൂപ്പ? യു ആർ ഗ്രേറ്റ്. യു ടു വീർ. നമ്മളെല്ലാവരും ചേർന്ന് വീറിന് ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കാം. എമിലിയോട് ഇതിനെ കുറിച്ച് പോയി സംസാരിക്കാം. ഇന്ന് എവിടെ പോയാലും ഞാൻ
വിളിക്കുന്നത്? നല്ല കാര്യം, നീ ഇവിടെ എത്തിയല്ലോ. ചുൽബുൾ, നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് വീറിന്റെ ബർത്ത്ഡേയാ. നമുക്ക് അവനൊരു സർപ്രൈസ് പാർട്ടി കൊടുത്താലോ? അത് തന്നെയാണ് ഞാനും നിന്നോട് പറയാൻ വന്നത്. ദേ ഇങ്ങോട്ട് നോക്കി. ഈ കാര്യം ചിണ്ടുവിനോട് പറയരുത്. അവൻ ഈ കാര്യം അറിഞ്ഞ എല്ലാരോടും വിളിച്ചു പറയും. അവൻ ഒരു കാര്യം രഹസ്യമായിട്ട് വെക്കാൻ അറിയില്ല. എമിലി, ഞാൻ അവനോട് ഒന്നും പറയില്ല. അവനെ വിശ്വസിക്കാനും പറ്റില്ല. അതെ, അവന് നമ്മളെക്കാളും കൂടുതൽ വിശ്വാസം വീറിനോടാണ്. ശരി, വാ നമുക്ക് പാർട്ടികൾ ഏർപ്പാട് ചെയ്യാം. ഹായ് മിലി, നിങ്ങൾ രണ്ടാളും എങ്ങോട്ടാ പോകുന്നേ? ഹായ് വീർ. അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചെറിയ ജോലിയുണ്ട്. ബൈ വീർ. ആനിമൽ ടോക്കിംഗ് മോഡ് ഓൺ. ആനിമൽ ടോക്കിംഗ് മോഡ് ഓൺ. ഇപ്പൊ നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മൃഗങ്ങളോട് സംസാരിക്കാവുന്നതാണ്. നിനക്ക് എന്താ പറ്റിയത്? അയാൾ എന്തിനാ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോയത്? ഞാൻ വളരെ ബാഡാണ്. അതുകൊണ്ട് അവരെന്നെ ഇവിടെ ഇട്ടേച്ചു പോയത്. ഇപ്പോഴെനിക്ക് ആരുമില്ല. ഓക്കെ, ഡോണ്ട് വറി. നീ കരയണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ എന്റെ കൂടെ വന്നേക്ക്. റോബോ ബോയ് സ്യൂട്ട് ഓൺ.